നമസ്കാരം. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. $1,07,500 കോടിയിൽ പരം രൂപ തരാതിരുന്നാൽ, അത് നിഷേധിച്ചാൽ ഈ കേരളത്തിന് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസം എത്ര വലുതായിരിക്കും എന്ന് ആലോചിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി. രാജ്യം വലിയ അപകടത്തിൽ. ഫെഡറൽ സംവിധാനം തകർക്കപ്പെട്ടു. അഭിപ്രായം പറയാൻ പോലും സ്വാതന്ത്ര്യമില്ലെന്നും പിണറായി വിജയൻ. കെജ്രിവാളിന്റെ അറസ്റ്റിൽ ലോക രാജ്യങ്ങളെതിരായി. ഇഡിക്കെതിരെ നാളെ ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധം. ആദായ നികുതി വകുപ്പിന്റെ നടപടിയെ രാഷ്ട്രീയമായി നേരിടാൻ കോൺഗ്രസ്. രാജ്യവ്യാപക പ്രതിഷേധം. സംസ്ഥാന ജില്ലാ ആസ്ഥാനങ്ങളിൽ റാലികൾ. നരേന്ദ്രമോദിക്ക് ഇന്ത്യ മുന്നണിയെ ഭയമെന്ന് കെ.സി. വേണുഗോപാൽ. കോടതിയെ സമീപിക്കാനിരിക്കെ വീണ്ടും കോൺഗ്രസിന് നോട്ടീസ് നൽകിയ ആദായ നികുതി വകുപ്പ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ LDFന്റെ മണ്ഡല പര്യടനത്തിന് തുടക്കം. ബിജെപിയെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ച് പിണറായി. കേരളത്തിൽ BJP ജയിക്കില്ല. UDF MP-മാർ പരാജയമെന്നും വിമർശനം. CAA വിഷയത്തിൽ മുഖ്യമന്ത്രി നട്ടാൽ കുരുക്കാത്ത നുണ പറയുന്നുവെന്ന് VD സതീശൻ. സംസ്ഥാനത്തെ BJP പ്രവർത്തകരെ പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. UPA ഇളക്കി മറിക്കാൻ പ്രധാനമന്ത്രി. NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് മെഗാ റാലി. 80 സീറ്റുകളിലും വിജയം ലക്ഷ്യം. കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി. രാജ്യം വലിയ അപകടത്തിലൂടെ കടന്നുപോകുന്നുവെന്ന് പിണറായി ചൂണ്ടിക്കാട്ടി. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. അഭിപ്രായം പറയാൻ പോലും സ്വാതന്ത്ര്യമില്ലെന്നും പിണറായി വിജയൻ ആരോപിച്ചു. 2016 തൊട്ട് ഉള്ള അവസ്ഥ, കേരളത്തില് നിഷേധിക്കപ്പെട്ട പണം എത്രയാ? 1,07,500 കോടിയിൽ പരം രൂപ. നമ്മുടേതുപോലൊരു സംസ്ഥാനത്തിന്റെ കയ്യിലെത്തേണ്ട 1,07,500 കോടിയിൽ പരം രൂപ തരാതിരുന്നാൽ, അത് നിഷേധിച്ചാൽ ഈ കേരളത്തിന് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസം എത്ര വലുതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് അവർ കണ്ടത്. ബുദ്ധിമുട്ടിക്കുകയാണ്, നാടിനെ ആകെ പ്രയാസത്തിലാക്കുകയാണ്. ഇതിനുള്ള നടപടികളുമായാണ് കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തിക രംഗത്തെ ഞെരുക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോയത്. ഇതൊരു ഭാഗം. ഇവിടെ ഇതിന്റെ ഭാഗമായി തന്നെ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച നടപടി, ഒന്ന്, നമുക്ക് നൽകേണ്ട വിഹിതമുണ്ട്, അത് വല്ലാതെ കുറച്ചു. അതേസമയം മറ്റു പല സംസ്ഥാനങ്ങൾക്കും വല്ലാതെ കൂട്ടിക്കൊടുത്തു. ED ഉപയോഗിച്ചുള്ള വേട്ടയാടലുകൾക്കെതിരെയും അതിശക്തമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നടപടിയെയും മുഖ്യമന്ത്രി വിമർശിച്ചു. കെജ്രിവാളിന്റെ അറസ്റ്റിൽ ലോകരാജ്യങ്ങൾ ഇന്ത്യക്കെതിരായി എന്ന് പിണറായി കുറ്റപ്പെടുത്തി. കോൺഗ്രസിനെയും വിഷയത്തിൽ മുഖ്യമന്ത്രി വിമർശിച്ചു. മനീഷ് സിസോദിയയെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തില്ലെന്നാണ് കോൺഗ്രസ് ചോദിച്ചതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ലോകരാജ്യങ്ങളുടെ അടക്കം പ്രതിഷേധം ഉയർന്നു വന്നു. ഇപ്പോൾ കോൺഗ്രസ് അറസ്റ്റിനെതിരെ സംസാരിക്കുന്നുണ്ട്. ഇതാണ് കോൺഗ്രസിന്റെ സമീപനമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. പൌരത്വ നിയമത്തിലും BJPയെയും കോൺഗ്രസിനെയും ഒരുപോലെ കുറ്റപ്പെടുത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ മണ്ഡല പര്യടനത്തിന്റെ തുടക്കം. VV അരുണിന്റെ റിപ്പോർട്ട് കാണാം.
മതനിരപേക്ഷ സംരക്ഷിക്കാൻ ഒരുമിച്ചിറങ്ങണമെന്ന ആഹ്വാനവുമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് മണ്ഡല പര്യടനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. നെയ്യാറ്റിൻകരയിൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ നെയ്യാറ്റിൻകരയിൽ പന്ന്യൻ രവീന്ദ്രന്റെ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മണ്ഡല പര്യടനം ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെയൊക്കെ പൗരത്വ നിയമത്തിനെതിരായ റാലികളിൽ പ്രസംഗിച്ചതുപോലെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ രൂക്ഷ വിമർശനം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മണ്ഡലം കൺവെൻഷനുകളിലും ഈ പൊതുയോഗങ്ങളിലും ഉന്നയിക്കുന്നത്. രൂക്ഷ വിമർശനം വിഷയത്തിൽ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിനെതിരെയും അതുപോലെ തന്നെ കോൺഗ്രസിനെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പന്ന്യൻ രവീന്ദ്രന്റെ യോഗത്തിലും ഇന്ന് പ്രസംഗിച്ചത്. ഇനിയുള്ള യോഗങ്ങളിലും അത് തന്നെയാകും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ പ്രധാന പോയിന്റ് എന്ന കാര്യം വ്യക്തമാണ്. നേരത്തെ CP നേതൃത്വം അക്കാര്യം വ്യക്തമാക്കിയതുമാണ്. BJP ആരും പരാതി പറഞ്ഞാലും പൗരത്വ നിയമ ഭേദഗതി നിയമത്തിനെതിരെ CPM നേതാക്കൾ സംസാരിക്കും. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രി പ്രചരണം ആരംഭിച്ചിരിക്കുന്നത്. 22-ാം തീയതി വരെ മുഖ്യമന്ത്രിയുടെ യോഗങ്ങൾ ഉണ്ടാകും. ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണ് മറ്റൊരു വിഷയം പ്രധാനമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ടിൽ കോൺഗ്രസും BJP ഒരേ നിലപാടാണ്. വാങ്ങിയ തുകയിൽ മാത്രമാണ് വ്യത്യാസം എന്ന് പറയുന്നു. കേജ്രിവാളിന്റെ അറസ്റ്റാണ് മറ്റു പ്രധാനപ്പെട്ട വിഷയം യോഗങ്ങളിലൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിക്കുന്നത്. അതിൽ ആദ്യം മനീഷ് സിസോദിയുടെ അറസ്റ്റ് ഉണ്ടായപ്പോൾ കേജ്രിവാളിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നത് ചോദിച്ച കോൺഗ്രസ് ഇപ്പോൾ നല്ല നിലപാട് സ്വീകരിക്കുന്നതിന് അദ്ദേഹം അഭിനന്ദിക്കുന്നു. ഏതായാലും ഇത്തരം വിഷയങ്ങൾ തന്നെയാകും ഈ പ്രചരണ യോഗങ്ങളിലുടനീളം. 22-ാം തീയതി കണ്ണൂരിലാണ് മുഖ്യമന്ത്രിയുടെ മണ്ഡല പര്യടനം അവസാനിക്കുന്നത്. അതുവരെ എല്ലാ യോഗങ്ങളിലും ഇത്തരം വിഷയങ്ങൾ തന്നെ ഉയർത്തും. അതിൽ ഏറ്റവും പ്രധാനം പൗരത്വ നിയമ ഭേദഗതിയാണ്. പൗരത്വ നിയമ ഭേദഗതിയിൽ BJP സർക്കാർ സ്വീകരിക്കുന്ന നിലപാട്, കോൺഗ്രസിന്റെ അഴകുഴമ്പൻ നിലപാട്, ഇത് രണ്ടും വിമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇടതു നേതാക്കളും മണ്ഡല പര്യടന യോഗങ്ങളിൽ പ്രചരണ യോഗങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനമായും കോൺഗ്രസിനെയും BJPയെയും വിമർശിക്കുക. ഇടതുമുന്നണിയുടെ സ്റ്റാർ ക്യാമ്പയിനറാണ് മുഖ്യമന്ത്രി. എന്തായാലും മുഖ്യമന്ത്രി നെയ്യാറ്റിൻകരയിൽ നിന്നാണ് മണ്ഡല പര്യടനം തുടങ്ങിയിരിക്കുന്നത്. 22 വരെ നീണ്ടു നിൽക്കുന്ന മണ്ഡല പര്യടനമാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. പൗരത്വ നിയമ വിഷയം, EDയുടെ നടപടികൾ തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരിക്കും ഈ മണ്ഡല പര്യടനത്തിലുടനീളം മുഖ്യമന്ത്രി സംസാരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായി ഇടതുമുന്നണി കാണുന്നതും. അതേസമയം തന്നെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപണം ആവർത്തിക്കുകയാണ് പ്രതിപക്ഷം. ആറ്റിങ്ങലിൽ ഇരട്ട വോട്ട് കണ്ടുപിടിച്ച് നൽകിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന് VD സതീശൻ ആരോപിക്കുന്നു. CAA വിഷയത്തിൽ നട്ടാൽ കുരുക്കാത്ത നുണയാണ് മുഖ്യമന്ത്രി പറയുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഇരട്ട വോട്ട് ഇപ്പോ ആറ്റിങ്ങലിൽ 10,000-കണക്കിന് വോട്ട് തെരഞ്ഞുപിടിച്ച് ശ്രദ്ധയിൽപ്പെടുത്തിയ ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കും. സംസ്ഥാനത്ത് വ്യാപകമായി ഇടതുപക്ഷ യൂണിയൻ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേട് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിത് പുറത്തു കൊണ്ടുവന്നതാണ്. ഈ പ്രാവശ്യവും ഞങ്ങളത് പുറത്തു കൊണ്ടുവരും. എല്ലാ ബൂത്തിലും പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് ഡബിൾ വോട്ടിന്റെ കോപ്പി ഉണ്ടാവും. ഞങ്ങൾ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ചെയ്തതുപോലെ. കാസർഗോഡ് വെച്ച് നടത്തിയ ഒരു പ്രസംഗം, ആദ്യം നടത്തിയ പ്രസംഗം, CAA-യുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗം ഇപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മുഴുവൻ പച്ചക്കള്ളമാണ്, നട്ടാ കുറിക്കാത്ത നുണയാണെന്ന് ഞാൻ പറഞ്ഞു. രാഹുൽ ഗാന്ധി CAA ബില്ല് പാർലമെന്റിൽ വരുമ്പോൾ വിദേശത്തായിരുന്നു എന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി CAA പൗരത്വ നിയമത്തിനെതിരായി പാർലമെന്റിൽ ഹാജരായി വോട്ട് ചെയ്തതിന്റെ തെളിവ് ഞങ്ങൾ ഹാജരാക്കി. എന്നിട്ട് അദ്ദേഹം പറയുക പിന്നെ കേരളത്തിലെ UDF MLA-മാരും അതിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞു. ശശി തരൂരിന്റെ പ്രസംഗം, NK പ്രേമചന്ദ്രന്റെ പ്രസംഗം, ET മുഹമ്മദ് ബഷീറിന്റെ പ്രസംഗമൊക്കെ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു. ഇവരെല്ലാം എല്ലാ UDF MP-മാരും വന്ന്, രാഹുൽ ഗാന്ധി അടക്കമുള്ള കേരളത്തിലെ MP-മാരെല്ലാവരും വന്ന് പൗരത്വ നിയമത്തിനെതിരായി വോട്ട് ചെയ്തതിന്റെ രേഖ പാർലമെന്റിൽ രേഖയുണ്ട്. എന്നിട്ടൊരു മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് ഒരാള് പച്ചക്കള്ളം പറയുകയാണെങ്കിൽ കള്ളപ്രചരണം ഇന്നു മുതൽ ആരംഭിച്ചു എന്ന് പറയണായിരിക്കും നല്ലത്. കുറച്ചുകൂടി എളുപ്പം വ്യാജ പ്രചരണം. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് സംസ്ഥാനത്ത്. നാമനിർദ്ദേശ പത്രിക സമർപ്പണം സംസ്ഥാനത്ത് തുടരുന്നു. ഇന്ന് വിവിധ മുന്നണികളിൽ നിന്നായി 5 പേരാണ് പത്രിക നൽകിയതിൽ. അതിൽ പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കുണ്ട്, കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവനുണ്ട്, ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥി V മുരളീധരനും മലപ്പുറത്തെ LDF സ്ഥാനാർത്ഥി V വസീഫും NDA സ്ഥാനാർത്ഥി M അബ്ദുൾ സലാമും പത്രിക നൽകി. സ്വന്തമായി വീടോ ഭൂമിയോ ഇല്ലെന്നും 9 ലക്ഷം വിലയുള്ള പുസ്തക ശേഖരമുണ്ടെന്നും തോമസ് ഐസക്കിന്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നു. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, പത്രികാ സമർപ്പണം സംസ്ഥാനത്ത് തുടരുകയാണ്. ഇന്ന് 5 പേരുടെ പത്രിക നൽകിയെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്?
രേണുക, കഴിഞ്ഞ ദിവസം മുതൽ പത്രികാ സമർപ്പണം ആരംഭിച്ചെങ്കിലും ഇന്നാണ് പ്രമുഖ മുന്നണിയിലെ കൂടുതൽ സ്ഥാനാർത്ഥികൾ ഇന്നാണ് പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ, പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്, ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി കൂടിയായ V മുരളീധരൻ, മലപ്പുറത്തെ V വസീഫ് എന്നിവരടക്കമുള്ള ആളുകൾ 5 പേർ ഇന്ന് പത്രിക നൽകിയിരിക്കുന്നു. ഈ നാളെ അവധി ദിനമാണ്. അതിനുശേഷം വീണ്ടും ഈ പത്രികാ സമർപ്പണത്തിൽ കൂടുതൽ വേഗത ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ദുഃഖവെള്ളി മുതൽ ഈസ്റ്റർ വരെ നീണ്ടു നിൽക്കുന്ന കൂടുതൽ അവധി ദിനങ്ങളാണുള്ളത്. ഈ അവധി ദിനങ്ങളിൽ വോട്ടർമാർ കൂടുതലും വീടുകളിൽ കാണുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ ഈ സമയത്ത് നേരിട്ട് പോയി കണ്ട് വോട്ട് ചോദിക്കാനുള്ള ഒരുക്കത്തിലാണ് സ്ഥാനാർത്ഥികൾ. അതുകൊണ്ട് തന്നെ പലരും ഈ പത്രികാ സമർപ്പണം അവധി ദിനങ്ങൾ കഴിഞ്ഞുള്ള ദിനത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. കോഴിക്കോട് അടക്കമുള്ള ഇടങ്ങളിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ 3-ാം തീയതിയാണ് പത്രിക സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഒപ്പം കോൺഗ്രസിന്റെ വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയും റോഡ് ഷോയും ഒക്കെ 3-ാം തീയതി മണ്ഡലത്തിൽ സജീവമാകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് കൂടുതൽ സ്ഥാനാർത്ഥികൾ വരും ദിനങ്ങളിൽ കൊടുക്കും. ഒപ്പം 4-ാം തീയതിയാണ് പത്രികാ സമർപ്പണം അവസാനിക്കുന്ന തീയതി. ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി KC വേണുഗോപാൽ 4-ന് പത്രിക സമർപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അതോടുകൂടി ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് സ്ഥാനാർത്ഥികൾ കടക്കും. കാരണം നിലവിൽ തന്നെ ഇടത് സ്ഥാനാർത്ഥികളടക്കം ഈ വാഹന പര്യടനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ തുടങ്ങിയിരിക്കുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ പലരും ഈ അവധി ദിനങ്ങൾ കഴിഞ്ഞ ശേഷം തിങ്കളാഴ്ച മുതൽ ഈ വാഹന പര്യടനം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒപ്പം സ്റ്റാർ ക്യാമ്പയിനർമാരും താരപ്രചാരകരും കേരളത്തിൽ പലയിടങ്ങളിലായി തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കും. ഇന്ന് തന്നെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തു നിന്നും അദ്ദേഹത്തിന്റെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധി എത്തുന്നതോടുകൂടി കോൺഗ്രസ് ക്യാമ്പ് സജീവമാകും. രാഹുൽ ഗാന്ധിക്ക് പുറമെ പ്രിയങ്ക ഗാന്ധിയും DK ശിവകുമാർ അടക്കമുള്ള ദേശീയ നേതാക്കളും കേരളത്തിൽ പ്രചാരണത്തിനായി എത്തും. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത തോമസ് ഐസക്കിന് താക്കീത് ലഭിച്ചു എന്നതുമായി ബന്ധപ്പെട്ടാണ്. അത് ചട്ടലംഘനം നടത്തിയെന്ന പരാതിയിലാണ് അത്തരമൊരു താക്കീത് തോമസ് ഐസക്കിന് ലഭിച്ചത്. തെരഞ്ഞെടുപ്പ് ചട്ടലംഘന പരാതിയിലാണ് തോമസ് ഐസക്കിന് ജില്ലാ വരണാധികാരി താക്കീത് നൽകിയിരിക്കുന്നത്. കുടുംബശ്രീയുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തതിനായിരുന്നു താക്കീത്. ഇനി സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന നിർദ്ദേശവും തോമസ് ഐസക്കിന് നൽകിയിട്ടുണ്ട്. റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. UDFന്റെ പരാതിയിൽ തോമസ് ഐസക്കിന്റെ വിശദീകരണം കൂടി പരിശോധിച്ച ശേഷമാണ് താക്കീത് നൽകിയത്. പെരുമാറ്റ ചട്ടലംഘന പരാതിയിൽ സുരേഷ് ഗോപിയോട് വിശദീകരണം തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് സംബന്ധിച്ച വിശദാംശങ്ങളില്ല എന്നതാണ് പരാതി. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജാണ് പരാതി നൽകിയത്. ജനപ്രാതിനിധ്യ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് പരാതി. പരാതിയിൽ ജില്ലയിലെ മുഖ്യ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടറാണ് സ്ഥാനാർത്ഥിയോട് വിശദീകരണം തേടിയിരിക്കുന്നത്. ആദായ നികുതി വകുപ്പിനെതിരെ കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധം. സംസ്ഥാന ജില്ലാ കേന്ദ്രങ്ങളിലാണ് ധർണ നടത്തിയത്. ആദായ നികുതി വകുപ്പിന്റെ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് ഓഫീസുകൾക്ക് മുന്നിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. 1823 കോടി രൂപ കൂടി അടയ്ക്കാനുള്ള നോട്ടീസിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാനിരിക്കെയാണ് ആദായ നികുതി വകുപ്പിന്റെ 2 നോട്ടീസ് കൂടി കോൺഗ്രസിന് ലഭിച്ചത്. അതേസമയം നരേന്ദ്രമോദിക്ക് ഇന്ത്യ മുന്നണിയെ ഭയമായതിനാലാണ് EDയെയും ആദായ നികുതി വകുപ്പിനെയും ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ വേട്ടയാടുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ന്യൂസ് 8നോട് പ്രതികരിച്ചു. കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് രാജ്യത്ത് നടക്കുന്നത്. വേറെ മാർഗമില്ലാത്തതിനാലാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും ഇന്ത്യ മുന്നണിക്ക് പ്രതിഷേധത്തിനിറങ്ങേണ്ടി വരുന്നതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. സഹിച്ചും അടിമപ്പെട്ടും ജീവിക്കാൻ തീരുമാനിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടും നടപടിയില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അവർ സാമന്താനം ദണ്ഡം ഇവരെല്ലാം നോക്കിയിട്ടും തെരഞ്ഞെടുപ്പിൽ ജയിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനാധിപത്യ രീതിയിൽ നൽകേണ്ട ലെവൽ പ്ലേയിങ് ഫീൽഡ് നിഷേധിക്കുന്ന രീതിയിൽ വളരെ ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ രാജ്യം കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇന്ത്യ രാജ്യത്ത്. ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു ഗവൺമെന്റും വേട്ടയാടിയിട്ടില്ല. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും കൂടെ പങ്കെടുക്കാനുള്ളൊരു അവസരമല്ലേ ജനാധിപത്യത്തിൽ. ഇപ്പം അവർ പറയുന്നത് വേറെ ഒരു പാർട്ടിക്കും പണം വേണ്ട, അവരാരും മത്സരിക്കേണ്ട, അവർക്കാർക്കും പ്രചരണം നടത്തേണ്ട, ഇവരൊരു പാർട്ടി മാത്രം നടത്തിയാൽ മതിയാണ്. ഇത് 96-ലെയും 2019-ലെയും കേസ് പറഞ്ഞിട്ടാണ്. ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞാൽ BJPയുടെ ഗുണ്ടാപിരിവാറായിട്ട് മാറിയിരിക്കുകയാണ്.
അവർ 1800 കോടി രൂപ കോൺഗ്രസ് കൊടുക്കണമെന്ന് പറയുന്നത്. കോൺഗ്രസ് എടുത്ത കോഴ്സാണിത്. രാഷ്ട്രീയ പാർട്ടികൾ ഇൻകം ടാക്സ് എക്സംപ്റ്റഡ് ആണ്. ഞങ്ങളുടെ എന്നാൽ BJP ആണെങ്കിലും BJP ഇന്നലെ ഞങ്ങളുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞാണ് BJP ഇതൊന്നും കൊടുക്കുന്നില്ല. ഞങ്ങൾക്കുള്ളത് അതേ കാര്യങ്ങൾ ബാധകമായ BJPക്കെതിരെ ഒരു നടപടിയുമില്ല. അവർ ഫ്രീ ആണ്, BJP ഫ്രീ ആണ്, അവർക്ക് എന്തും ചെയ്യാം. EDയെ പേടിയില്ലെന്ന് ആവർത്തിച്ച് തോമസ് ഐസക്. കിഫ്ബി ഉദ്യോഗസ്ഥർ ആരും തനിക്കെതിരെ മൊഴി നൽകിയിട്ടില്ല. സത്യവാങ്മൂലത്തിൽ ED ഉദ്യോഗസ്ഥർ തനിക്കെതിരെയുള്ള മൊഴി എഴുതി ചേർത്തതാണോ എന്ന് സംശയിക്കുന്നു. കോടതി ഇക്കാര്യം വിശദമായി പരിശോധിക്കട്ടെ എന്നും ധനവിനിയോഗത്തിന്റെ കണക്ക് ഇന്ന് തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമെന്നും ഐസക് പറഞ്ഞു. ഉത്തർപ്രദേശിൽ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മെഗാ റാലിയോടെ തുടക്കം കുറിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 370 സീറ്റുകൾ എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഉത്തർപ്രദേശിലെ വിജയം നിർണായകമാകുന്ന സാഹചര്യത്തിലാണ് താരപ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. UPയിൽ 80 സീറ്റിൽ പരമാവധി നേടുകയാണ് ലക്ഷ്യം. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും രാഷ്ട്രീയ ലോക്ദൾ നേതാവ് ജയന്ത് ചൌധരിയുടെയും സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി മോദി ഇന്ന് മെഗാ റാലിയെ അഭിസംബോധന ചെയ്യും. കഴിഞ്ഞ തവണ നഷ്ടമായ കാസർഗോഡ് ഇത്തവണ തിരിച്ചുപിടിക്കുമെന്ന് സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ. കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ ശൂന്യതയായിരുന്നുവെന്നും LDF കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ പലതും പാതിവഴിയിൽ ഉപേക്ഷിച്ച നിലയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. LDF കാസർഗോഡ് മണ്ഡലം സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററാണ് ന്യൂസ് 8നോട് ഇപ്പോൾ ചേരുന്നത്. എന്തായാലും കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നത് തന്നെയാണ് LDFന് മുന്നിലുള്ള ഏറ്റവും പ്രധാന കാര്യം. എന്തായാലും എന്താണ് നിലവിലെ അവസ്ഥ എന്ന് നമുക്കത് നേരിട്ട് തന്നെ ചോദിക്കാം. പക്ഷേ എന്താണ് ഇപ്പോൾ ഉള്ളൊരു പ്രതീക്ഷ? ഞാൻ ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിലും 3ലേറെ തവണ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു. ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത് ഒരു നിശ്ചയദാർഢ്യം ജനങ്ങളിൽ രൂഢമൂലമായി വളർന്നു വന്നിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലമായി LDFിൻ്റെ കൈവശമുണ്ടായിരുന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ 5 വർഷക്കാലം നഷ്ടപ്പെട്ടതിലുള്ള നഷ്ടബോധം, നിരാശ, പശ്ചാത്താപം ഇത് ജനങ്ങളിൽ ആകെ നല്ലതുപോലെ സന്നിവേശിക്കപ്പെട്ടിട്ടുണ്ട്. അവരിപ്പോൾ അത് തിരിച്ചു പിടിച്ചേ അടങ്ങൂ എന്നുള്ള വാശിയിൽ തന്നെയാണ്, നല്ല നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയാണ് വോട്ടർമാരും വോട്ടർമാരെ അടക്കമുള്ള ജനങ്ങളും ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നത്. എനിക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട്. ഇത്തവണ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF തിരിച്ചു പിടിച്ചിരിക്കും, ഒരു സംശയം വേണ്ട. ഈ UDF സ്ഥാനാർത്ഥി പറയുന്നത് കഴിഞ്ഞ 5 വർഷമായി മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും ഒപ്പം ഈ സർക്കാരിന്റെ എതിരെ ജനവികാരമുണ്ട്, അത് ഇത്തവണയും തുണയാവും, ഇരട്ടി ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ്. അതിന് എങ്ങനെ കാണുന്നു? ഇത് ഈ കഴിഞ്ഞ 5 വർഷമാണല്ലോ അദ്ദേഹം പറയുന്നത്. ബാലകൃഷ്ണൻ മാസ്റ്റർ എന്ന ഞാൻ ജനിച്ച് പെറ്റു വീണ മണ്ണാണ് കാസർഗോഡിൻ്റെ മണ്ണ്. ഇവിടെ തന്നെ വിദ്യാഭ്യാസം നേടി, ഇവിടെ തന്നെ ജനങ്ങളുടെ പ്രവർത്തിച്ച് ഇപ്പോഴും ജനങ്ങളുടെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പകൽ വെളിച്ചം പോലെ വ്യക്തമല്ലേ കഴിഞ്ഞ 5 വർഷക്കാലം ഈ മണ്ഡലത്തിൻ്റെ ബിഗ് സീറോ വികസന കാര്യത്തിൽ, ക്ഷേമ നടപടികളിൽ എല്ലാം ഉണ്ടായിട്ടുള്ളത്. അതിനു മുമ്പ് ഈ 3.5 പതിറ്റാണ്ട് കാലം നമ്മുടെ മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തട്ടെ. ഈ അനുഭവങ്ങളാണല്ലോ ഏറ്റവും വലിയ ഗുരുനാഥൻ. അത് കാസർഗോഡ് മണ്ഡലത്തിലെ ജനങ്ങൾക്കറിയാം. 5 വർഷക്കാലം ശൂന്യതയായിരുന്നു ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. അതിൽ വികസനോന്മുഖമായ മുമ്പുണ്ടായിരുന്ന പല പദ്ധതികളും പാതി വഴിക്ക് ഉപേക്ഷിച്ച് പോയി. 5 വർഷക്കാലം വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കണം. പുതിയ പുതിയ വികസനങ്ങൾ ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിക്കകത്ത് കൊണ്ടുവരണം. അത് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ആർക്കാണ് അതിന് സാധിക്കുക എന്നുള്ളത് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൻ്റെ മുഖച്ഛായ മാറ്റിയിട്ടുള്ളത് LDF പ്രതിനിധികൾ പാർലമെൻറ്റിലേക്ക് പോയ സന്ദർഭത്തിൽ മാത്രമാണ്. അതിന് ഏറ്റവും അധികം വിരാമം വന്നിട്ടുള്ളത് കഴിഞ്ഞ 5 വർഷമാണ്. അത് തിരിച്ചു കൊണ്ടുവരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഇപ്പോൾ ശക്തമായിട്ട് CPM രംഗത്ത് വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ടെന്നാണ് കോൺഗ്രസിൻ്റെ ഒരു ആരോപണം. അത് തെറ്റായ പ്രചരണമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാനൊരു 7 വർഷമായി കാസർഗോഡിൻ്റെ പാർട്ടിയുടെ സെക്രട്ടറിയാണ്, CPMൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. 5 വർഷം മുമ്പ്, ഒരു 4.25-5 വർഷം മുമ്പ് പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിച്ചപ്പോൾ അന്ന് തെരഞ്ഞെടുപ്പുണ്ടായിട്ടില്ലല്ലോ. അന്ന് ഈ രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പുണ്ടായിട്ടില്ലല്ലോ. ആ സന്ദർഭത്തിൽ കാസർഗോഡ് അടക്കം കേരളത്തിലടക്കം ഈ മനുഷ്യ കോട്ട തീർത്തത് ആരാ? അന്ന് വോട്ടിന് വേണ്ടിയിട്ടാണോ? അന്ന് മുഖ്യമന്ത്രി പറഞ്ഞെന്താ? പൗരത്വ ഭേദഗതി ബില്ല് എൻ്റെ സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്ന് ശക്തമായി പ്രതികരിച്ചില്ലേ? വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ലല്ലോ. അതിനുശേഷം LDF എടുത്തിട്ടുള്ള കേരള സർക്കാർ എടുത്ത നിലപാടെന്താ? അന്ന് കോൺഗ്രസ് എടുത്ത നിലപാട് നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾ മാധ്യമപ്രവർത്തകർ അറിയാമല്ലോ.
പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ചപ്പോൾ കോൺഗ്രസ് നിസ്സംഗമായി നോക്കിയെന്നില്ലേ? പത്രപ്രതിനിധികൾ, ചാനലുകാർ അവരോട് പോയി ചോദിച്ചു, എന്താണ് നിങ്ങൾ പ്രതികരിക്കാത്ത? അപ്പം പറഞ്ഞത്, ഈ ബില്ലല്ലേ വന്നുള്ളൂ, ഇനി ആക്ട് വരട്ടെ, ആക്ട് വന്നാൽ ഞങ്ങൾ അതിൻ്റെ വിശദാംശങ്ങൾ പ്രതികരിക്കാം. ഇപ്പം വന്നല്ലോ, ഒരാഴ്ച കാലമായിട്ട് ആക്ട് വന്നല്ലോ, എന്തേ മിണ്ടാത്തത്? നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള, പ്രസിഡൻ്റായിട്ടുള്ള ശ്രീമാൻ ഖാർഗെ, അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ബില്ലിനെ കുറിച്ച് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ വന്ന ആക്ടിനെ കുറിച്ച് പറയാനുള്ളത്? ഞങ്ങൾ ആലോചിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അന്ന് സംഘടനാ സെക്രട്ടറി ആയിട്ടുള്ള ഇന്ന് ആലപ്പുഴയിൽ മത്സരിക്കുന്ന ശ്രീമാൻ നമ്മുടെ ബാലഗോപാലൻ എന്താ പറഞ്ഞത്? വേണുഗോപാലൻ എന്താ പറഞ്ഞത്? വേണുഗോപാലൻ ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതെന്താ കാണിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇതിനോട് അവർക്ക് ആർജവത്തോട് തീരുമാനമെടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഇപ്പം നോക്ക് നിങ്ങൾ, മുഖ്യമന്ത്രി പറഞ്ഞു ഈ ബില്ല് നടപ്പാക്കല്ല എന്ന് പറഞ്ഞാൽ നടപ്പാക്കില്ല. ഇപ്പോൾ പറഞ്ഞില്ലേ? എന്താ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ വേണ്ടി കഴിയുക? ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അതിലൊന്നല്ലേ കേരളം? അവിടെയെല്ലാം ബാധകമായതല്ലേ പാർലമെൻറ്റിൽ പാസ്സാക്കിയത്? ഇവിടെ നടപ്പാക്കണ്ടേ? എൻ്റെ അർത്ഥം എന്താ? ഇവിടെ നടപ്പാക്കാൻ പറ്റില്ല എന്നല്ലേ ഓരോ മലയാളിയും പറയേണ്ടത്, കേരളക്കാർ പറയേണ്ടത്? ഇദ്ദേഹം പറഞ്ഞു അങ്ങനെയാണോ? കഴിഞ്ഞ തവണത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ കല്യാശ്ശേരി, പയ്യന്നൂർ മണ്ഡലങ്ങളിൽ CPM-ന് വോട്ട് വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഈ പുതിയ ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ്? ഇവിടെ കഴിഞ്ഞ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും LDF-ന്റെ വോട്ട് കുറഞ്ഞു. അതിൽ ആലപ്പുഴ മാത്രമാണ് LDF-ന്റെ വോട്ട് കൂടിയത്. ഇവിടെ 5 മണ്ഡലങ്ങളിൽ എന്തിനാ? കല്യാശ്ശേരി, പയ്യന്നൂർ, തൃക്കരിപ്പൂർ, അതുപോലെ കാഞ്ഞങ്ങാട്, ഉദുമ, എല്ലാ സ്ഥലത്തും വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ആ വോട്ട് കുറയാനും ഇടയായിട്ടുള്ള അന്നത്തെ ഒരു സാഹചര്യമാണ്. ഒരു ഭാഗത്ത് വയനാട്ടിൽ ശ്രീമാൻ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, പ്രധാനമന്ത്രി കൊട്ടും കുരവയും ആനയും അമ്പാരിയും ആയിട്ട് വന്നു. അതുപോലെ തന്നെ ശബരിമല പ്രശ്നം വന്നു. ഇതെല്ലാം വന്നപ്പോൾ ജനങ്ങൾ എന്തോ അതിൽ ഭ്രമിച്ചു പോയി. ആ ജനങ്ങൾ ഇന്ന് പശ്ചാത്തപിക്കുന്നുണ്ട്. ഒരു സംശയമില്ല. ഇത് ഈ മണ്ഡലം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യം മുന്നേ ഇടതുപക്ഷത്തിൻ്റെ കോട്ട കൊത്തളമാണ്. ഇതിലൊന്നും ഒരു വിട്ടുവീഴ്ചയുമില്ല. ഈ 5 മണ്ഡലങ്ങൾ മാത്രമല്ല, നിങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നോക്കൂ, മഞ്ചേശ്വരം, കാസർഗോഡ് അടക്കം LDF-ന്റെ വോട്ട് വർദ്ധിക്കും. ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾ പ്രഖ്യാപിച്ചോളൂ, ഞാൻ ഉറപ്പിച്ച് പറയാം. ഓക്കെ. എന്തായാലും ഇത്തവണ ഇടത് കോട്ട തിരിച്ചുപിടിക്കാം എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF ഉള്ളത്. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. രാഹുൽ ഗാന്ധിക്ക് ഇത്തവണ വയനാട്ടിൽ 5 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. വെള്ളപ്പൊക്ക കാലത്തും കോവിഡ് സമയത്തും വന്യജീവി ആക്രമണ ഭീതി ഉയർന്ന ഘട്ടത്തിലുമെല്ലാം ആദ്യം ഓടിയെത്തിയത് രാഹുൽ ഗാന്ധിയാണ്. ആരെല്ലാം വിമർശിച്ചാലും ഭൂരിപക്ഷം 5 ലക്ഷം കടക്കുമെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണ കമ്മിറ്റി ജനറൽ കൺവീനർ AP അനിൽകുമാർ ന്യൂസ് 18നോട് പ്രതികരിച്ചു. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ വയനാട് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമാണ്. രാഹുൽ ഗാന്ധി അടുത്ത മാസം 3-ാം തീയതി എത്തുകയുള്ളൂവെങ്കിലും അതിനു മുൻപ് തന്നെ UDF-ന്റെ പ്രചരണം ശക്തമായി തന്നെ പുരോഗമിക്കുകയാണ്. നമ്മോടൊപ്പം ചേരുന്നത് AP അനിൽകുമാറാണ്. അദ്ദേഹം ഈ ഒരു പ്രചരണത്തിന്റെ ജനറൽ കൺവീനറാണ് അല്ലേ, കമ്മിറ്റിയുടെ. എങ്ങനെയാണ് രാഹുൽ ഗാന്ധി എത്തുന്നതിന് മുൻപുള്ള പ്രചരണത്തിന്റെ ഇപ്പോഴത്തെ ഒരു നില? നമ്മൾ 1ാം ഘട്ട പ്രവർത്തനങ്ങൾ നമ്മൾ ശ്രീ അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ. തെരഞ്ഞെടുപ്പ് സമിതി രൂപീകരണം കഴിഞ്ഞ്, നിയോജകമണ്ഡലം തല കൺവെൻഷൻ കഴിഞ്ഞ്, പഞ്ചായത്ത് തല കൺവെൻഷനുകൾ പൂർത്തീകരിച്ച്, അതുപോലെ ബൂത്ത് തലങ്ങളിലെ കൺവെൻഷൻ പൂർത്തീകരിച്ച് 1ാം ഘട്ട രാഹുൽ ഗാന്ധിയുടെ അഭ്യർത്ഥന ഓരോ വീടുകളിലും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തോടുകൂടി ഏതാണ്ട് അത് പൂർണ്ണമായും 1ാം ഘട്ട സ്ക്വാഡ് വർക്ക് പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ തവണത്തേക്കാൾ മത്സരത്തിന് മറ്റു മുന്നണികളൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അനുരാജിയാകട്ടെ, കെ സുരേന്ദ്രനാവട്ടെ, നല്ലൊരു ഫൈറ്റിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് വിലയിരുത്തുന്നത്. പൊതുവെ രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട് വല്ലപ്പോഴും മാത്രം വരുന്ന ഒരാളെന്ന വിമർശനമാണ് വ്യാപകമായിട്ട് അവർ ഉന്നയിക്കുന്നത്. അതുപോലെ വലിയ വികസനങ്ങളൊന്നും കഴിഞ്ഞ 5 വർഷം പേരെടുത്ത് പറയാവുന്ന വികസനം ഉണ്ടായിട്ടില്ല എന്ന വിമർശനങ്ങളാണ് ഇടതുമുന്നണിയും BJP ഉന്നയിക്കുന്നത്. എന്താണ് ഇതിനുള്ള മറുപടി? ഞാൻ ഒറ്റവാക്കിൽ അതിനുത്തരം പറയാം. രാഹുൽ ഗാന്ധി വല്ലപ്പോഴും വരുന്ന MP ആണ് എന്നുള്ളതിനെക്കുറിച്ച് വയനാട്ടിലെ ജനങ്ങൾക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഏറ്റവും ഒടുവിലായി ആനയുടെ ആക്രമണത്തിൽ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടപ്പോൾ തിരുവനന്തപുരത്തേക്കാൾ ദൂരം കുറവ് ഡൽഹിയിൽ നിന്നാണ് എന്ന് തെളിയിച്ച നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി. അതിക്കാര്യത്തിൽ മാത്രമല്ല, ഫ്ലഡ് വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം ഓടിയെത്തിയത് തിരുവനന്തപുരത്തുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അല്ല, ശ്രീ രാഹുൽ ഗാന്ധിയാണ്. കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും സജീവമായ ഇടപെടലുകൾ നടത്തിയത് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി അവിടെ എത്തുന്നതിനേക്കാൾ എത്രയോ മുമ്പ്, നമ്മുടെ മുഖ്യമന്ത്രി അവിടെ എത്തുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ MP രാഹുൽ ഗാന്ധി അവിടെ ഉണ്ടായിരുന്നു.
അപ്പോൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇന്ന് ഏറ്റവും സജീവമായിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം അദ്ദേഹം ഒരു ദേശീയ നേതാവാണ്. അദ്ദേഹം നടത്തുന്ന 2 യാത്രകൾ 4000 കിലോമീറ്റർ നടത്തിയ യാത്രയെക്കുറിച്ച് വയനാട്ടിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. രണ്ടാമത് നടത്തിയ ഭാരത് ജോഡോ ന്യായ യാത്രയും ജനങ്ങൾക്കറിയാം. അദ്ദേഹം ഓരോ തലത്തിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന ഫാസിസത്തിനെതിരെ പോരാട്ടത്തിന് വയനാട്ടിലെ ജനങ്ങളുടെ പിന്തുണയുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ദേശീയ നേതാവിന്റെ പരിമിതികളെക്കുറിച്ച് അറിയാം. ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ വയനാട്ടിൽ വരുവാനും വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അത് രാജ്യത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നിന്നുകൊണ്ട് പരിഹരിക്കാനൊക്കെ അദ്ദേഹം താല്പര്യം കാണിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഏറ്റവും ലളിതമായി ചോദിച്ചാൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോയതിനേക്കാളൊക്കെ എത്രയോ തവണ രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ അമിത്ഷായെ പോലെ ഒരു നേതാവ് പോയതിനേക്കാൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അത്തരം ആരോപണങ്ങളൊക്കെ ഒരു രാഷ്ട്രീയമായ ഒരു സാഹചര്യത്തിൽ പറയാവുന്നുള്ളൂ. വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പിന്നെ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവിന് കൊടുക്കേണ്ട പിന്തുണയെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ജനങ്ങളാണ് വയനാട്ടിലെ ജനങ്ങൾ. ഈ വികസന കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് മറുപടി പറയുന്നത്? ഞാൻ പറഞ്ഞ പാർലമെന്റ് അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വികസന കാര്യങ്ങളിൽ പല പരിമിതികളുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും, കഴിഞ്ഞ 5 വർഷക്കാലം വികസന കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രവർത്തനങ്ങൾ മറ്റേത് എംപിമാരെക്കാൾ ഒരു പടി മുന്നിലാണ്. വികസനം അതുപോലെ തന്നെ വെൽഫെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായിട്ട് അദ്ദേഹം കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സംസ്ഥാനത്തിന്റെ നമ്മുടെ പുറത്തു നിന്നുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് സഹായം എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു. കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ മനുഷ്യരുടെ നാടിന്റെ വികസനവും ജനങ്ങളുടെ പ്രശ്നവും എവിടെയെങ്കിലും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ആരുടെയും കാര്യം ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വികസന രംഗത്ത് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ ഏറ്റവും ഉദാഹരണം CRF ഫണ്ട്, സെൻട്രൽ റോഡ് ഫണ്ടുണ്ട്. ഞാൻ പറയട്ടെ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ സെൻട്രൽ റോഡ് ഫണ്ട് കൊണ്ടുവന്നത് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലാവും. ഞാൻ ഏതായാലും രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന കാര്യങ്ങൾ അങ്ങനെ ഒരു വികസനത്തിന്റെ ഒരു കാര്യത്തിൽ മാത്രം ഒതുക്കി നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒന്ന് സൂചിപ്പിച്ചു മാത്രം. ഇനി അതുപോലെ തന്നെ PMGSY ഫണ്ട് എടുത്തു നോക്കും, അതിവിടെ ആയിരിക്കും. പക്ഷെ ഞങ്ങൾ അത്തരം വികസന പ്രവർത്തനങ്ങൾ ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ് അദ്ദേഹം രാജ്യത്ത് എത്രമാത്രം അനിവാര്യനാണ് ഇന്നത്തെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ എന്നുള്ളത് വയനാട്ടിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ നോക്കിക്കാണുന്നത്. അദ്ദേഹം 3-ാം തീയതിയാണ് വരിക എന്ന് പറഞ്ഞു. എങ്ങനെയാണ്, എത്ര ദിവസം ഇവിടെ ഉണ്ടായിരിക്കും? എല്ലാ മണ്ഡലങ്ങളിലും പര്യടനം ഉണ്ടാകുമോ? എങ്ങനെയാണ് അതിന്റെ ഒരു പൂർണ്ണ രൂപമായിട്ടില്ല, എല്ലാം ഷെഡ്യൂൾ ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ശ്രീ ICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അദ്ദേഹം ആലപ്പുഴ മത്സരിക്കുകയാണെങ്കിലും വയനാടിന്റെ കാര്യങ്ങളിൽ പൂർണ്ണമായും ഇതിനകം തന്നെ അദ്ദേഹം 2 തവണ മണ്ഡലത്തിൽ വന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുത്ത് കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഫൈനൽ എന്നേക്കാകും എന്ന് പറയാറായിട്ടില്ല. എന്തായാലും മുഴുവൻ നിയോജകമണ്ഡലങ്ങളിലും പരമാവധി സ്ഥലങ്ങളിൽ അദ്ദേഹം വോട്ടർമാരെ നേരിൽ കാണും. പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരു നേതാവിന് ഇന്ത്യയിൽ 543 പാർലമെന്റ് നിയോജകമണ്ഡലങ്ങളിലും പര്യടനം നടത്തേണ്ട നേതാവാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് പരിമിതി ഉണ്ട് എന്നുള്ളതൊക്കെ വയനാട്ടിലെ ജനങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ ഭാവം പ്രചരണത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം രാഹുൽ ഗാന്ധി എന്നുള്ള സ്ഥാനാർത്ഥി വന്നതോടുകൂടി തന്നെ അത് ജനങ്ങൾ അദ്ദേഹത്തെ വിജയിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അവർ സ്വയം ഏറ്റെടുത്ത പോലെയാണ്. അതിനകത്ത് യാതൊരു പ്രയാസവുമില്ല. കാരണം അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ ലഭിച്ചു. അതിനേക്കാൾ വലിയ ഭൂരിപക്ഷം ഇത്തവണ കൊടുക്കണമെന്ന് വയനാട്ടിലെ ജനങ്ങൾ ഇതിനകം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇടതുപക്ഷവും BJPയും അവരുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അനിരാജ, ദേശീയ നേതാവാണ്. എങ്ങനെ കാണുന്നു എതിർ സ്ഥാനാർത്ഥികളെ? ഞാൻ തെരഞ്ഞെടുപ്പല്ലേ, എതിർ സ്ഥാനാർത്ഥികളൊന്നും ആരും കുറച്ച് കാണുന്നില്ല. പക്ഷെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ പിന്നെ അവർക്ക് ഞങ്ങൾ തോൽക്കാനാണ് മത്സരിക്കുന്നത് പറയാൻ പറ്റും? ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. അപ്പം അവരത് പറയും, അവരത് പറയട്ടെ. പക്ഷെ വോട്ടെണ്ണുമ്പോൾ കഴിഞ്ഞ തവണയും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം അത് 1 ലക്ഷം 2 ലക്ഷം ഒക്കെ പ്രവചിച്ചവരുണ്ട്. വോട്ടെണ്ണി കഴിഞ്ഞപ്പോഴാണ് അത് 4,31,000 മാറിയത്. ഇത്തവണയും മത്സരം സൃഷ്ടിക്കുന്നവരോട് പറയട്ടെ, തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണുമ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ അവർ രാഹുൽ ഗാന്ധിക്ക് നൽകിയ സ്ഥാനം എത്രമാത്രം വലുതാണ് എന്ന് ബോധ്യപ്പെടുന്ന വലിയ ഭൂരിപക്ഷമായിരിക്കും രാഹുൽ ഗാന്ധി. എന്താ തർക്കമുള്ളത്? 5 ലക്ഷത്തിലധികം ഭൂരിപക്ഷമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് 5 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം എന്ന വലിയ ലക്ഷ്യമാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ AP അനിൽകുമാർ പങ്കുവയ്ക്കുന്നത്. മറ്റ് സ്ഥാനാർത്ഥികളുടെ കുറിച്ചൊന്നും പറയുന്നില്ല, രാഷ്ട്രീയമാണ്.
വയനാട്ടിലെ രാഷ്ട്രീയ ചൂട്, തെരഞ്ഞെടുപ്പ് ചൂട് കൂടി വരികയാണ്. അഖിലോട്ട് പറഞ്ഞപ്പം CV അനുമോദ്, ന്യൂസ് 18. വിജയപ്രതീക്ഷയുമായി സ്ഥാനാർത്ഥികൾ എല്ലാം പ്രചരണ രംഗത്ത് സജീവമായി തുടരുകയാണ്. ഇലക്ഷൻ വൈബ്സ് ഇന്ന് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പൊതുവേദി കാണാം.